നേരം ഇരുട്ടിയാൽ വീടിന്റെ വാതിലും ജനലുമൊക്കെ അടയ്ക്കണമെന്ന് പഴമക്കാർ പറയുന്നത് കേട്ടിട്ടില്ലേ? അതിന് പല കാരണങ്ങളുണ്ട്. ഇരുട്ടിന്റെ മറവിലാണ് പല അപകടങ്ങളും പതിയിരിക്കുന്നത്. അക്രമികളും കവർച്ചാ സംഘങ്ങളും ചിലപ്പോൾ അതിക്രമിച്ച് കയറാം. ഇഴജന്തുക്കളും പ്രാണികളും ഒക്കെ വീട്ടിലെത്താം. എന്നാൽ വീടുകളിൽ നിന്ന് ഫ്ളാറ്റുകളുടെ സംസ്കാരം വന്നപ്പോൾ നമ്മുടെ പല രീതികളും മാറി. മുൻവാതിലടച്ചാലും പല ഫ്ളാറ്റുകളിലും ബാൽക്കണി തുറന്നിട്ടിരിക്കുകയാണ്. എന്നാൽ രാത്രി വൈകിയാൽ ഫ്ളാറ്റുകളുടെ വാതിലുകളും ജനലുകളും അടച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം കേട്ടോ. പ്രത്യേകിച്ച് പെൺകുട്ടികൾ മാത്രമുള്ള സാഹചര്യങ്ങളിൽ അതീവ ശ്രദ്ധയും ജാഗ്രതയും വേണം. കൊച്ചിയിൽ യുവതികൾ മാത്രം താമസിക്കുന്ന ഫ്ളാറ്റിൽ കഴിഞ്ഞ പുലർച്ചെയുണ്ടായ സംഭവം ആശങ്കപ്പെടുത്തുന്നതാണ്. ഇടയ്ക്ക് ഉണർന്നു നോക്കിയപ്പോൾ കണ്ട കാഴ്ചയുടെ ഭീതിയിലാണ് ഇപ്പോഴും ആ പെൺകുട്ടി. എന്താണ് അവിടെ സംഭവിച്ചത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കൊച്ചിയിൽ പെൺകുട്ടികൾ മാത്രം താമസിക്കുന്ന ഒരു ഫ്ളാറ്റ്, അർദ്ധരാത്രിയിലെ നിശബ്ദത, അതിനിടയിലേക്കാണ് ഒരു അജ്ഞാതൻ അതിക്രമിച്ചു കയറുന്നത്. ഇത് സ്ത്രീ സുരക്ഷ മുന്നിൽ ഉയരുന്ന വലിയൊരു ചോദ്യമാണ്. വീടിൻ്റെ വാതിൽ പൂട്ടിയാൽ സുരക്ഷിതരാണെന്ന വിശ്വാസം പോലും തകരുന്ന സാഹചര്യം. എറണാകുളം സൗത്തിൽ 5 പെൺകുട്ടികൾ താമസിക്കുന്ന ഫ്ളാറ്റിൽ പുലർച്ചെയാണ് യുവതിയെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമമുണ്ടായത്. യുവതി നിലവിളിച്ചതോടെ അക്രമി ഓടി രക്ഷപ്പെട്ടു. മുറി പരിശോധിച്ചപ്പോൾ തറയിൽ രക്തക്കറ കണ്ടത് ദുരൂഹത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ കടവന്ത്ര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ഫ്ളാറ്റിൽ പുലർച്ചെ 4:15 സംഭവം. വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന 5 യുവതികൾ താമസിക്കുന്ന ഫ്ളാറ്റിലായിരുന്നു അജ്ഞാതന്റെ ആക്രമണം. ദേഹത്താരോ സ്പർശിക്കുന്നതായി തോന്നി പെട്ടെന്ന് ഉണർന്നപ്പോഴാണ് ഒരാൾ ശരീരത്തിൽ കയറിയിരുന്ന് ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതായി മനസ്സിലായതെന്ന് പരാതിയിൽ പറയുന്നു. യുവതി നിലവിളിച്ചതോടെ അക്രമി ഓടി രക്ഷപ്പെട്ടു. ഫ്ളാറ്റിന്റെ പ്രധാന വാതിലും ബാൽക്കണിയുടെ വാതിലും പൂട്ടാതെ കിടക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ബാൽക്കണി വാതിലിലൂടെയാണ് അക്രമി പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടത്. സംഭവത്തിന് ശേഷം മുറി പരിശോധിച്ചപ്പോൾ തറയിൽ രക്തക്കറകളും അലമാരകൾ തുറന്നിട്ട നിലയിലും കണ്ടെത്തിയെന്ന് പരാതിയിൽ പറയുന്നുണ്ട്. എന്നാൽ മേശപ്പുറത്ത് വെച്ചിരുന്ന പേഴ്സോ മറ്റ് വിലപിടിപ്പുള്ള സാധനങ്ങളോ അക്രമി തൊട്ടിട്ടില്ല. അതിനാൽ മോഷണമല്ല, ലൈംഗിക അതിക്രമം തന്നെയായിരുന്നു ലക്ഷ്യമെന്ന് വ്യക്തമാണെന്ന് പരാതിയിലുണ്ട്. തറയിൽ കണ്ടെത്തിയ രക്തക്കറകൾ താമസക്കാർ തന്നെ ശേഖരിച്ച് തെളിവായി പോലീസിന് കൈമാറി. ഇത് പ്രതിയെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഫോറൻസിക് തെളിവാകുമെന്നാണ് കരുതുന്നത്. സംഭവത്തിൽ യുവതിയുടെ പൂർണ്ണമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷം FIR രജിസ്റ്റർ ചെയ്യുമെന്നും പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് പ്രതിക്കായി തിരച്ചിൽ ആരംഭിച്ചതായും കടവന്ത്ര പോലീസ് വ്യക്തമാക്കി. മുൻപും വനിതാ ഹോസ്റ്റലുകളിൽ അക്രമികൾ അതിക്രമിച്ചു കയറുന്ന സംഭവങ്ങൾ നഗരത്തിൽ ഉണ്ടായിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. രാജ്യതലസ്ഥാനത്തെ തെരുവുകളിൽ മാസങ്ങളോളം നീണ്ട പ്രതിഷേധങ്ങൾ. ലോക കായിക വേദികളിൽ വരെയും ചർച്ചയായ വിവാദം. ഇന്ത്യയുടെ ഗുസ്തി ചരിത്രത്തിൽ മായാത്ത മുറിവായി മാറിയ കേസ്. വനിതാ ഗുസ്തി താരങ്ങളെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ ഗുസ്തി ഫെഡറേഷന്റെ അധ്യക്ഷനും BJP MPയുമായിരുന്ന ബ്രിജ്ഭൂഷൺ പ്രതിക്കൂട്ടിലായതാണ്. ആ വിവാദം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെയും കായിക ഭരണത്തിലെ സ്വാധീനത്തെയും ചോദ്യം ചെയ്തു. ഫെഡറേഷൻ അധ്യക്ഷ സ്ഥാനം നഷ്ടമായി. തെരഞ്ഞെടുപ്പിൽ സീറ്റ് പോലും നിഷേധിക്കപ്പെട്ടു. എന്നാൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച ആ കേസിൽ ഇപ്പോൾ കോടതി ബ്രിജ്ഭൂഷണെയും സഹപ്രതിയായ വിനോദ് തോമറിനെയും കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു. ബ്രിജ്ഭൂഷൺ സിംഗിന്റെ ഔദ്യോഗിക വസതിയിലും ഫെഡറേഷൻ ഓഫീസിൽ വെച്ചും വിദേശ രാജ്യങ്ങളിൽ വെച്ചും ലൈംഗികാതിക്രമം നടന്നിട്ടുണ്ടെന്നായിരുന്നു താരങ്ങളുടെ പരാതി. ഇതിനെ തുടർന്ന് ഡൽഹി ജന്തർ മന്ദറിൽ വിനേഷ് ഫോഗട്ട് അടക്കമുള്ള ഗുസ്തി താരങ്ങൾ നടത്തിയ ശക്തമായ സമരത്തിന് പിന്നാലെയാണ് ഡൽഹി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. തുടർന്ന് 2023 ജൂൺ 15 1500 പേജുള്ള കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. വർഷങ്ങൾക്ക് ശേഷം നിയമ നടപടികൾക്കും വാദപ്രതിവാദങ്ങൾക്കും ഒടുവിലാണ് ഈ കോടതി വിധി പുറത്തുവന്നിരിക്കുന്നത്. നീണ്ട 3 വർഷത്തെ വിചാരണയ്ക്കും പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നുള്ള 32 സാക്ഷികളുടെ വിസ്താരത്തിനു ശേഷമാണ് നിർണായക വിധി. കുറ്റപത്രം സമർപ്പിച്ചതിനു ശേഷം നൽകിയ പുതിയ മൊഴിയിൽ പ്രായപൂർത്തിയാകാത്ത പരാതിക്കാരിയും പിതാവും
ആരോപണങ്ങൾ പിൻവലിച്ചതോടെ 2025 മെയ്യിൽ കോടതി പോക്സോ കേസ് റദ്ദാക്കി പോലീസിന്റെ അന്തിമ റിപ്പോർട്ട് അംഗീകരിച്ചിരുന്നു. വിചാരണവേളയിൽ ബ്രിജ്ഭൂഷണായി ഹാജരായ അഭിഭാഷകരായ രാജീവ് മോഹൻ, ഋഷഭ് ബാഠി, റഹാൻ ഖാൻ എന്നിവർ ഇൻ ക്യാമറ നടപടികളിൽ പരാതിക്കാരായ വനിതാ താരങ്ങൾ തുടർച്ചയായി മൊഴികൾ മാറ്റുന്നുണ്ടെന്ന കാര്യം ശക്തമായി ചൂണ്ടിക്കാട്ടി പ്രതിഭാഗത്തിന് അനുകൂലമായ വാദങ്ങൾ നിരത്തി. കോടതി വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ട് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് രംഗത്തെത്തി. താൻ ആദ്യഘട്ടം മുതൽ നിലനിർത്തിയിരുന്ന നിരപരാധിത്വം കോടതി അംഗീകരിച്ചെന്ന് അദ്ദേഹം പറഞ്ഞു. ബ്രിജ്ഭൂഷണെ കുറ്റവിമുക്തനാക്കിയതിനെതിരെ അപ്പീൽ നൽകുമെന്ന ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് പ്രതികരിച്ചു. കേസിന്റെ തുടക്കം മുതൽ സംസ്ഥാന സർക്കാരും മറ്റ് സംവിധാനങ്ങളും ബ്രിജ്ഭൂഷണൊപ്പമായിരുന്നു. ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവിനെതിരെ പരാതി ഉന്നയിക്കാൻ ഏറെ ധൈര്യം സംഭരിക്കേണ്ടി വന്നു. സർക്കാരിലെ സ്വാധീനവും രാഷ്ട്രീയത്തിലെ സ്വാധീനവും ബ്രിജ്ഭൂഷൺ ഉപയോഗിച്ചു. ലൈംഗിക പരാതി നൽകിയ പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തി. എന്നിരുന്നാലും അവസാനം വരെ ഗുസ്തി താരങ്ങൾ പോരാട്ടം തുടർന്നെന്നും വിനേഷ് ഫോഗട്ട് പ്രതികരിച്ചു. ന്യൂസ് 18 ഡൽഹി. നമ്മുടെ സുഹൃത്തിനെ ഒരാൾ ആക്രമിക്കാൻ വന്നാലോ അസഭ്യം പറഞ്ഞാലോ ആരാണേലും പ്രതികരിച്ചു പോകില്ലേ? കാരണം ആപത്തിൽ കൂട്ടുകാരനെ സഹായിക്കേണ്ടത് ഏതൊരാളുടെയും കടമയാണ്. കണ്ണൂരിൽ വർക്ക്ഷോപ്പ് ഉടമയെ വാക്കുതർക്കത്തിനിടെ ആക്രമിക്കുന്നത് കണ്ടാണ് സുഹൃത്ത് ഷിജിലി ഇടപെട്ടത്. അത് പിന്നീട് കത്തിക്കുത്തിലാണ് കലാശിച്ചത്. ആക്രമണത്തിൽ പരിക്കേറ്റ കണ്ണൂർ കാന്തിരോട് സ്വദേശി ഷിജിലി ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തർക്കത്തിനിടെ ഷിജിലിയെ രണ്ടംഗ സംഘം കത്തിയെടുത്ത് കുത്തുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് സഹോദരങ്ങളായ 2 പേർ അറസ്റ്റിലായി. ഞായറാഴ്ച രാത്രി 7:30ഓടെയാണ് സംഭവം. തലമുണ്ടയിലെ ബൈക്ക് വർക്ക്ഷോപ്പിൽ ഉണ്ടായ വാക്കുതർക്കത്തിനിടെയാണ് ഷിജിലിനെ ആയുധവുമായി എത്തിയ സഹോദരങ്ങൾ കുത്തിപ്പരിക്കേൽപ്പിച്ചത്. പിടിച്ചുമാറ്റാൻ ചെന്ന വിജിൻ എന്ന ആളിനെ സ്റ്റീൽ റോഡ് കൊണ്ട് കാൽമുട്ടിനടിച്ച് പരിക്കേൽപ്പിച്ചു. സംഭവത്തിൽ തലമുണ്ട സ്വദേശികളായ രാജേഷ്, രാകേഷ് എന്നിവരെയാണ് ചക്കരക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. തലമുണ്ടയിലെ വർക്ക്ഷോപ്പിൽ നിന്നും പ്രതികളുടെ സ്കൂട്ടി നന്നാക്കി കൊടുത്ത വകയിൽ 500 രൂപ ഉടമയ്ക്ക് നൽകിയിരുന്നു. എന്നാൽ നേരത്തെയുള്ള തകരാർ തീർന്നില്ലെന്ന് പറഞ്ഞ് ഇവർ വർക്ക്ഷോപ്പ് ഉടമയുമായി വാക്കുതർക്കമുണ്ടായി. ഈ സമയം ഇവിടെയെത്തി പ്രശ്നം പറഞ്ഞു തീർക്കാൻ ശ്രമിക്കവെയാണ് ഷിജിലിനെ കയ്യിലുണ്ടായിരുന്ന ആയുധം ഉപയോഗിച്ച് കുത്തിയത്. പരിക്കേറ്റ ഷിജിലിനെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചക്കരക്കല്ല് CI ഫക്രുദ്ദീന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും വിരലടയാള വിദഗ്ധരും സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ന്യൂസ് 18 കണ്ണൂർ. തിരുവനന്തപുരം പാറശാലയിലും സമീപ പ്രദേശങ്ങളിലും അമ്പലക്കള്ളന്മാർ വിലസുകയാണ്. ക്ഷേത്രങ്ങളുടെ ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് പണവും വിലപിടിപ്പുള്ള സാധനങ്ങളും മോഷണം പോകുന്ന സംഭവങ്ങൾ തുടർക്കഥയാകുന്നു. പാറശാല പരശുവയ്ക്കൽ ഇടനാട്ടുകോണം ക്ഷേത്രത്തിൽ കവർച്ചക്കെത്തിയ കള്ളന് പിടിവീണു. ജീവനക്കാർ പുലർച്ചെ ക്ഷേത്രത്തിലെത്തിയതോടെയാണ് മോഷണ വിവരം പുറത്തറിയുന്നത്. പിന്നീട് നാട്ടുകാരും ജീവനക്കാരും ചേർന്ന് പിടികൂടിയ കള്ളനെ പോലീസിന് കൈമാറി. ഇയാൾ സ്ഥിരം മോഷ്ടാവെന്നാണ് പോലീസ് പറയുന്നത്. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് കോട്ടക്കോണം മഹാദേവ ക്ഷേത്രത്തിലും മല്ലികശ്ശേരി യക്ഷിയമ്മൻ ക്ഷേത്രത്തിലും മോഷണം നടന്നിരുന്നു. പരശുവയ്ക്കൽ മേലേക്കോണം ഇടനാട്ടുകോണം ക്ഷേത്രത്തിന്റെ മതിൽ ചാടിക്കടന്നെത്തിയ മോഷ്ടാവ് ഭണ്ഡാരം കുത്തിത്തുറന്ന് കാണിക്കകളും വിളക്കുകളും ഉൾപ്പെടെ കവർന്നു കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ക്ഷേത്ര ജീവനക്കാർ എത്തുകയായിരുന്നു. നിറപുത്തരി ദിനമായതിനാലാണ് പതിവിലും നേരത്തെ ജീവനക്കാർ ക്ഷേത്രത്തിലെത്തിയത്. തുടർന്ന് പരിസരവാസികളുടെയും നാട്ടുകാരുടെയും സഹായത്തോടെ കീഴ്പ്പെടുത്തിയ കള്ളനെ പാറശാല പോലീസിന് കൈമാറി. എടാ നീ എന്തെണ്ടാ ഇതൊക്കെ വരണം ഇടുക്ക എന്ത് ചോദിച്ചു അതിനെ കണ്ടപ്പോ എന്തെണ്ടാ നീ ഈ കതിരൊക്കെ വരണെന്ന് ചോദിച്ചു. അപ്പൊ ഒന്നും മിണ്ടേ ഒരു പ്രശ്നം മിണ്ടുന്നില്ല. പിന്നെ നീ എന്തെണ്ടാ വീണ്ടും വീണ്ടും ചോദിക്കുന്നു. നീ ഇതിനെയൊക്കെ മാറി ഇങ്ങനെ കളയേണ്ട ആവശ്യം എന്തിടാന്ന് കേട്ടു. ഈ പറഞ്ഞതിനിടയ്ക്ക് ഇവൻ വീണ്ടും ചെന്ന് ആ വിളക്കിനെ വലിച്ചെടുക്കുന്നു. അപ്പോഴെനിക്കറിയാം കള്ളൻ തന്നെ ഇടുക്കനല്ലാന്ന് കഴിച്ചിട്ട് ഞാൻ പിന്നെ ശ്രീകുട്ടിയെ പെട്ടെന്ന് വിളിച്ചു.
കീഴ്പ്പെടുത്തുന്നതിനിടയിൽ ഒരാളെ വിളക്കുകൊണ്ട് കുത്തിയെങ്കിലും തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു. പോലീസിന് നേരെയും പ്രതി ആക്രമണം നടത്താൻ ശ്രമിച്ചു. തുടർന്ന് ബലം പ്രയോഗിച്ചാണ് കസ്റ്റഡിയിലെടുത്തത്. ഇയാൾ മാനസിക വിഭ്രാന്തിയുള്ളതുപോലെ കാട്ടുന്നുണ്ടെങ്കിലും ഇത് അഭിനയമാണെന്നാണ് പോലീസ് കരുതുന്നത്. ചോദ്യങ്ങൾക്ക് പ്രതി മറുപടി നൽകുന്നില്ല. ആളെ തിരിച്ചറിയാനായി ഫോട്ടോ മറ്റ് സ്റ്റേഷനുകളിലേക്ക് കൈമാറിയിട്ടുണ്ട്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് സമീപത്തെ കോട്ടക്കോണം മഹാദേവ ക്ഷേത്രവും മല്ലികശ്ശേരി യക്ഷിയമ്മൻ ക്ഷേത്രവും കൊള്ളയടിക്കപ്പെട്ടത്. ഇവിടങ്ങളിൽ നിന്ന് പണവും സ്വർണ്ണാഭരണങ്ങളും നഷ്ടമായിരുന്നു. പരിസരത്തെ വീടുകളിലും മോഷണങ്ങൾ നടന്നു. ഈ കേസുകളിൽ അന്വേഷണം നടക്കുമ്പോഴാണ് മേലേക്കോണത്തു നിന്നും ഒരു കള്ളനെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറുന്നത്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. നിരപരാധികളായ കുറേ പേരുടെ ചോര വീണ മണ്ണ്, ഒട്ടേറെ അമ്മമാരുടെ കണ്ണീരും വേദനയും കണ്ട നാളുകൾ. കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയത്തിന് നിരവധി കണ്ണീർ കഥകൾ പറയാനുണ്ട്. വിധവകളായ സ്ത്രീകളും അനാഥരായ കുഞ്ഞുങ്ങളും ഇപ്പോഴും ഒരു തീരാ നോവാണ്. 2016 ശേഷം പൊതുവെ കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ച് കേൾക്കാറില്ലെങ്കിലും 8 വർഷം മുൻപൊരു വധശ്രമം നടന്നിരുന്നു. കണ്ണൂർ പാനൂർ പാത്തിപ്പാലത്ത് RSS പ്രവർത്തകരായ സഹോദരങ്ങളെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ്. ആ കേസിൽ 5 പ്രതികൾക്ക് കോടതി 16 വർഷം തടവും 82,500 രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചിരിക്കുന്നു. CPM പ്രവർത്തകരായ ദിവിൻ, ഷെറിൻ, നിഖിൽ, ഷാജിത്ത്, സൂരജ് എന്നിവർക്കാണ് തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷ വിധിച്ചത്. ഫെബ്രുവരി 11 കേസിനാസ്പദമായ സംഭവം നടന്നത്. പാനൂർ പാത്തിപ്പാലത്തെ RSS പ്രവർത്തകരായ റിജിൽ, റിജേഷ് എന്നീ സഹോദരങ്ങളെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നാണ് കേസ്. ആക്രമണത്തിൽ ഇരുവർക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. സംഭവത്തിൽ CPM പ്രവർത്തകരായ പ്രതികൾക്കെതിരെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ച ശേഷം ദീർഘനാളത്തെ വിചാരണയ്ക്കൊടുവിലാണ് തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷ വിധിച്ചത്. പ്രതികളായ ദിബിൻ, ഷെറിൻ, നിഖിൽ, ഷാജിത്ത്, സൂരജ് എന്നിവർക്ക് 16 വർഷം തടവും 82,500 രൂപ വീതം പിഴയുമാണ് ശിക്ഷ. വിവിധ വകുപ്പുകൾ പ്രകാരമാണ് ശിക്ഷ വിധിച്ചിട്ടുള്ളത്. എന്നാൽ ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയെന്നതിനാൽ 5 വർഷ തടവ് അനുഭവിച്ചാൽ മതിയാകും. കഴിഞ്ഞ ദിവസം പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെ കേസിലെ സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട്. ന്യൂസ് 18 കണ്ണൂർ. രാഷ്ട്രീയ നേതാക്കൾക്ക് വേണ്ടി തെരുവിൽ തമ്മിൽ തല്ലാനും അക്രമം സൃഷ്ടിക്കാനും വിധിക്കപ്പെട്ടവരാണ് സാധാരണ പ്രവർത്തകർ. നേതാക്കന്മാരും അവരുടെ മക്കളും ആഡംബര വീടുകളിലും AC മുറികളിലും കിടന്നുറങ്ങുമ്പോൾ പാർട്ടിക്ക് വേണ്ടി ജയിൽവാസമാണ് പ്രവർത്തകർക്കുള്ള സമ്മാനം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ നിരവധി CPM പ്രവർത്തകർ 2 മാസത്തോളമായി ജയിലിലാണ്. ഒടുവിൽ 9 പ്രതികൾക്ക് കോടതി ജാമ്യം അനുവദിച്ചു. പ്രതികൾക്കെതിരെ വധശ്രമം പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കില്ലെന്ന് നിരീക്ഷിച്ചാണ് ഹൈക്കോടതിയുടെ നടപടി. ED ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണം ഗുരുതരമാണെന്നും കോടതി വ്യക്തമാക്കി. പ്രതികൾക്കെതിരായ വധശ്രമ കേസുകൾ നിലനിൽക്കില്ലെന്നാണ് കോടതിയുടെ പ്രധാന കണ്ടെത്തൽ. ഇതോടുകൂടിയാണ് 9 പ്രതികൾക്കും ജാമ്യം ലഭിക്കുവാനുള്ള വഴിയൊരുങ്ങുന്നത്. 67 ദിവസം പ്രതികൾ കസ്റ്റഡിയിലുണ്ടായിട്ടും ആക്രമണത്തിന് ഉപയോഗിച്ച ആയുധം കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. പിന്നെ എന്തിന് പ്രതികൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരണമെന്നും ഹൈക്കോടതി ചോദിച്ചു. അതേസമയം ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണം ഗുരുതരമാണെന്നും കോടതി വ്യക്തമാക്കി. എന്നാൽ ഇത്രയും ദിവസം പ്രതികൾ ജയിലിലാണെന്നതിനാൽ ജാമ്യം നൽകുന്നുവെന്നും കോടതി പറഞ്ഞു. പ്രതികൾ കണ്ടോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ മുൻപാകെ ഹാജരാകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. കേസിൽ പ്രതികളായ മറ്റ് 4 CPM പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ചൊവ്വാഴ്ച പരിഗണിക്കും. ജാമ്യാപേക്ഷകളെ എതിർത്തുകൊണ്ട് രേഖാമൂലമുള്ള എതിർ സത്യവാങ്മൂലം ED കഴിഞ്ഞ ദിവസം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഗൂഢാലോചന നടത്തിയ മുതിർന്ന നേതാക്കളെ കണ്ടെത്തിയിട്ടില്ലെന്നും ഗുരുതര സ്വഭാവമുള്ള കുറ്റകൃത്യമാണ് പ്രതികൾ ചെയ്തതെന്നും ED സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. 70 ദിവസത്തോളമായി ജയിലിൽ കഴിയുന്ന CPM പ്രവർത്തകരാണ് ജാമ്യ ഹർജിയുമായി കോടതിയിലെത്തിയത്.
ഇനി തങ്ങളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പാർപ്പിക്കേണ്ട കാര്യമില്ലെന്നും ജാമ്യം അനുവദിക്കണമെന്നുമാണ് കോടതിയിൽ പ്രധാനമായും ആവശ്യപ്പെട്ടത്. സെഷൻസ് കോടതി 2 വട്ടം നേരത്തെ ഇവരുടെ ജാമ്യ ഹർജികൾ തള്ളിയിരുന്നു. ഭാഗിക കുറ്റപത്രം നൽകാനുള്ള നീക്കവും അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. പണവും അധികാരവും ഉണ്ടെങ്കിൽ നിയമ സംവിധാനങ്ങൾ എപ്പോഴും നിയന്ത്രിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളിലേക്ക് നമ്മുടെ നാട് മാറുകയാണോ? ഒരു സാധാരണക്കാരന് കിട്ടാത്ത ആനുകൂല്യങ്ങളും പരിഗണനയുമാണ് അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് ചിലപ്പോൾ ലഭിക്കുന്നത്. മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയെന്ന കേസിൽ അതാണോ സംഭവിക്കുന്നതെന്ന ഒരു സംശയം. കേസിൽ വിചാരണ കോടതി മാറ്റിയതിലാണ് KM ബഷീറിൻ്റെ ഭാര്യ ജസീല ഹൈക്കോടതിയെ സമീപിച്ചത്. കോടതി മാറ്റം പ്രതിഭാഗം അഭിഭാഷകന്റെ താൽപ്പര്യപ്രകാരമെന്ന് ഹർജിയിൽ പറയുന്നു. കേസിൽ IAS ഉദ്യോഗസ്ഥനായ ശ്രീറാം വെങ്കിട്ടരാമനാണ് ഏക പ്രതി. ഹർജി ചൊവ്വാഴ്ച ഹൈക്കോടതി പരിഗണിക്കും. വിചാരണ നടക്കേണ്ട തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി 1 നിന്ന് കേസ് 4ാം അഡീഷണൽ സെഷൻസ് കോടതിയിലേക്ക് മാറ്റിയത് പ്രതിഭാഗം അഭിഭാഷകന്റെ ആവശ്യപ്രകാരമാണ്. ഇത് നീതി നിഷേധമാണെന്നും നിയമപരമല്ലെന്നുമാണ് ഹർജിക്കാരിയുടെ ആരോപണം. 4ാം അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണ നീതിപൂർവമാകില്ലെന്നും ഹർജിയിലുണ്ട്. ഇതോടൊപ്പം കേസ് നടത്തിപ്പിനുള്ള പ്രോസിക്യൂട്ടറെ മാറ്റണമെന്ന ആവശ്യവും ജസീലയുടെ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നു. നിലവിലെ പ്രോസിക്യൂട്ടർക്ക് കേസ് നടത്തിപ്പിൽ പരിചയമില്ലെന്നും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകണമെന്നുമാണ് ആവശ്യം. ഹർജി ചൊവ്വാഴ്ച ഹൈക്കോടതി പരിഗണിക്കും. ബഷീറിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് അട്ടിമറിക്കാൻ വീണ്ടും നീക്കമുണ്ടെന്ന പരാതിയുമായി കുടുംബം നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു. മുന്നറിയിപ്പൊന്നുമില്ലാതെ പ്രോസിക്യൂട്ടർ കേസിൽ നിന്ന് ഒഴിവായതായിരുന്നു കുടുംബത്തിന്റെ ആശങ്കയുടെ കാരണം. 2019 ഓഗസ്റ്റ് 3 പുലർച്ചെയാണ് KM ബഷീർ ബൈക്കിൽ സഞ്ചരിക്കവേ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടത്. പുലർച്ചെ 1 മണിയോടെ തിരുവനന്തപുരം മ്യൂസിയത്തിന് സമീപം ശ്രീറാം വെങ്കിട്ടരാമനോടിച്ച കാറിടിച്ചാണ് KM ബഷീർ മരിച്ചത്. ശ്രീറാമിന്റെ സുഹൃത്ത് വഫ ഫിറോസും കാറിലുണ്ടായിരുന്നു. സംഭവ സ്ഥലത്ത് തന്നെ ശ്രീറാം വെങ്കിട്ടരാമൻ കസ്റ്റഡിയിലായെങ്കിലും മദ്യപിച്ചില്ലെന്ന് വരുത്തി തീർക്കാനടക്കം തുടക്കത്തിൽ തന്നെ ഇടപെടലുകൾ ഉണ്ടായി. 6 വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസമാണ് കേസിൽ വിചാരണ നടപടികൾ ആരംഭിച്ചത്. ന്യൂസ് 18 കൊച്ചി. ആരോപണം നേരിടുന്നയാൾക്ക് സ്ഥാനക്കയറ്റം നൽകാൻ എന്താണ് തിടുക്കം? ADGP ആയ ഒരാൾക്ക് DGP ആയി സ്ഥാനക്കയറ്റം നൽകുമ്പോൾ വിജിലൻസ് ക്ലിയറൻസ് വേണ്ടേ? ജയിൽ മേധാവി S. ശ്രീജിത്തിന് DGP ആയി സ്ഥാനക്കയറ്റം നൽകിയതിൽ ഹൈക്കോടതി ഉന്നയിച്ച ചോദ്യങ്ങളാണിത്. ഹർജി പരിഗണനയിലിരിക്കെ തിടുക്കത്തിൽ തീരുമാനമെടുത്തതിന് വിമർശിച്ച കോടതി സ്ഥാനക്കയറ്റം ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് വ്യക്തമാക്കി. ADGPയെ DGP ആയി നിയമിക്കുമ്പോൾ വിജിലൻസ് ക്ലിയറൻസ് വേണമെന്ന നിയമം പാലിക്കപ്പെട്ടില്ല. നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിലുള്ള അതൃപ്തിയും കോടതി പ്രകടിപ്പിച്ചു. ജയിൽ മേധാവി S. ശ്രീജിത്തിന് DGP പദവിയിലേക്ക് സ്ഥാനക്കയറ്റം നൽകിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. ADGP സ്ഥാനത്തിരിക്കെ മുൻകൂട്ടി അനുമതിയില്ലാതെ വിദേശയാത്ര നടത്തിയെന്ന ആരോപണങ്ങളും വിവാദങ്ങളും നിലനിൽക്കെയാണ് ആഭ്യന്തര വകുപ്പ് സ്ഥാനക്കയറ്റം നൽകിയത്. ഇതിനെയാണ് ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചത്. സ്ഥാനക്കയറ്റം ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പറഞ്ഞ കോടതി ആരോപണം നേരിടുന്നയാൾക്ക് സ്ഥാനക്കയറ്റം നൽകാൻ എന്താണ് തിടുക്കമെന്നും ചോദിച്ചു. ADGP ആയ ഒരാൾക്ക് DGP ആയി സ്ഥാനക്കയറ്റം നൽകുമ്പോൾ വിജിലൻസ് ക്ലിയറൻസ് വേണ്ടേ എന്ന ചോദ്യവും കോടതി ഉന്നയിച്ചു. ഇക്കാര്യത്തിൽ സർക്കാരിനോട് മറുപടി നൽകാനും കോടതി നിർദ്ദേശിച്ചു. സ്ഥാനക്കയറ്റം സാധാരണ നടപടി മാത്രമാണെന്നാണ് സർക്കാർ കോടതിയെ അറിയിച്ചത്. ബോഡി ബിൽഡർമാർക്ക് ഇൻസ്പെക്ടർ നിയമനം നൽകാൻ ADGP ശ്രീജിത്ത് വഴിവിട്ട ഇടപെടലുകൾ നടത്തിയെന്ന് ആരോപിച്ചുള്ള ഹർജിയിലാണ് കോടതിയുടെ വിമർശനം. അന്ന് ഹെഡ്ക്വാർട്ടേഴ്സ് ADGP ആയ S. ശ്രീജിത്ത് ചട്ടവിരുദ്ധമായ നിയമനം നടത്തിയത് അഴിമതിയാണെന്നാണ് ഹർജിക്കാരന്റെ ആരോപണം. ഈ ഹർജിയിൽ വിജിലൻസ് അന്വേഷണത്തിന് തീരുമാനമെടുക്കാൻ ഹൈക്കോടതി സർക്കാരിന് നൽകിയ 2 ആഴ്ചത്തെ സമയം അവസാനിക്കാനിരിക്കെയാണ് കോടതിയുടെ വിമർശനം. അനുമതിയില്ലാതെ വിദേശയാത്ര നടത്തിയത് സംബന്ധിച്ച മറ്റൊരു കേസിൽ ശ്രീജിത്തിന് ചീഫ് സെക്രട്ടറി നൽകിയ ക്ലീൻ ചിറ്റ് ഏതാനും ദിവസം മുമ്പ് ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു.
ന്യൂസ് 18 കൊച്ചി. കേരളത്തിൻ്റെ അതിർത്തി ജില്ലകളിൽ ഒന്നായി ഇടുക്കി ലഹരിയുടെ പ്രധാന ഇടനാഴിയാണ്. ഇവിടെ വീടുകളിൽ പോലും മയക്കുമരുന്നിൻ്റെ ഇടപാട് നടക്കുന്നുണ്ട്. ഇടുക്കി ഈട്ടിത്തോപ്പിൽ വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന 8 കിലോ കഞ്ചാവ് തങ്കമണി പോലീസ് കണ്ടെടുത്തു. സംഭവത്തിൽ 7 പേരെ അറസ്റ്റ് ചെയ്തു. ജില്ലയിലെ പ്രധാന ലഹരി ഇടപാടുകാരാണ് പിടിയിലായതെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പോലീസ് ഇവരെ നിരീക്ഷിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി ഈട്ടിത്തോപ്പ്, മേലെ ചിന്നാർ, ചെമ്പകപ്പാറ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് തങ്കമണി പോലീസ് ലഹരിമരുന്ന് സംഘങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു വരികയായിരുന്നു. പോലീസിന് ലഭിച്ച രഹസ്യ വിവരങ്ങളുടെയും മറ്റു സൂചനകളുടെയും അടിസ്ഥാനത്തിൽ പുലർച്ചെ ഈട്ടിത്തോപ്പ് കൊച്ചുമറ്റത്തിൽ തോമസിന്റെ വീട് വളഞ്ഞു നടത്തിയ പരിശോധനയിലാണ് പ്രതികളായ 7 പേരെ കസ്റ്റഡിയിലെടുത്തത്. വീടിനുള്ളിൽ നിന്നും 8 കിലോ കഞ്ചാവും കണ്ടെടുത്തു. വീട്ടുടമ ഈട്ടിത്തോപ്പ് കൊച്ചുമറ്റത്തിൽ തോമസ്, ചെമ്പകപ്പാറ സ്വദേശി ആൽബിൻ, നാങ്കുത്തൊട്ടി സ്വദേശി ജിൻസ്മോൻ മാത്യു, മേലെ ചിന്നാർ സ്വദേശി വിമൽ റോയ്, കൊച്ചുതോവള സ്വദേശി ഷിൽറ്റു ഷാജി, തോവള സ്വദേശി ശരത് സാബു, തേക്കിൻകാനം സ്വദേശി നോബിൾ എൽദോസ് എന്നിവരെയാണ് തങ്കമണി പോലീസ് അറസ്റ്റ് ചെയ്തത്. 8 കിലോ കഞ്ചാവ് ഈട്ടിത്തോപ്പ് ഭാഗത്തു നിന്നും തോമസിന്റെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. തോമസും 7 സുഹൃത്തുക്കളും ചേർന്ന് ഈ കഞ്ചാവ് ചില്ലറ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചു വെച്ചിരുന്നതാണ്. രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവിടെ ചെല്ലുകയും തോമസിൻ്റെയും കൂട്ടുകാരുടെയും കയ്യിൽ നിന്നും ഈ കഞ്ചാവ് പിടിച്ചെടുത്തിട്ടുള്ളതുമാണ്. ഏറെ നാളായി ഞങ്ങളിത് നിരീക്ഷിക്കുകയായിരുന്നു. അവിടെ സ്ഥിരം ഇവർ കഞ്ചാവ് വിൽക്കാനായിട്ടും വലിക്കാനായിട്ടും ഒക്കെ അവിടെ കൂടുകയും നാട്ടുകാർക്ക് മുഴുവൻ ഒരു ശല്യമായ ഒരു അവസ്ഥയിലായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഏറെ നാളത്തെ നിരീക്ഷണത്തിൻ്റെ ഫലമായി ഇത്തരത്തിലൊരു ഡിറ്റക്ഷൻ നടത്തിയിരിക്കുന്നത്. എറണാകുളം ഭാഗത്തുനിന്നും എത്തിച്ച കഞ്ചാവാണ് വിൽപ്പന നടത്തി വന്നതെന്ന് പ്രതികൾ മൊഴി നൽകിയതായി പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. സബ് ഇൻസ്പെക്ടർമാരായ സതീഷ് CV, സേവ്യർ PD, സിവിൽ പോലീസ് ഓഫീസർമാരായ ജോമോൻ കുര്യൻ, മാത്യു തോമസ്, അബിൻ K സോമൻ, ഷാനവാസ് ഖാൻ, ജിതിൻ സണ്ണി എന്നിവരുൾപ്പെട്ട പോലീസ് സംഘമാണ് പരിശോധന നടത്തിയത്. ന്യൂസ് 18 ഇടുക്കി. ലഹരിക്കെതിരായ പോരാട്ടം ശക്തമായി മുന്നോട്ട് പോകുമ്പോഴും ഇടുക്കി രാജാക്കാട് ബൈപ്പാസ് റോഡ് മയക്കുമരുന്ന് മാഫിയുടെയും മദ്യപ സംഘങ്ങളുടെയും നിയന്ത്രണത്തിലാണ്. ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ലഹരി ഉപയോഗത്തിനായി ബൈപ്പാസ് റോഡ് കൈയടക്കിയിരിക്കുന്നത്. മദ്യപാനത്തിന് ശേഷം ഇവർ തമ്മിലുള്ള സംഘർഷങ്ങളും ഇവിടെ പതിവ് കാഴ്ച. നിയമത്തെയും നിയമ സംവിധാനങ്ങളെയും വെല്ലുവിളിച്ചാണ് സാമൂഹ്യ വിരുദ്ധർ അഴിഞ്ഞാടുന്നത്. പരാതി നൽകിയിട്ടും പോലീസ് കർശനമായ നടപടി സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. രാജാക്കാട് ബിവറേജസ് ഔട്ട്ലെറ്റിന് സമീപത്തു നിന്നും ബസ് സ്റ്റാൻഡിലേക്കുള്ള ബൈപ്പാസ് റോഡിൽ നിന്നുള്ള നേർക്കാഴ്ചയാണിത്. ആരെയും ഭയക്കാതെയുള്ള അതിഥി തൊഴിലാളികളുടെ പരസ്യമായ മദ്യപാനം. റോഡിന്റെ വശങ്ങളിലും സമീപത്തുമായി ഇരുന്ന് മദ്യപിക്കുക മാത്രമല്ല, മറ്റു ലഹരികൾ ഉപയോഗിക്കുകയും വിൽക്കുകയും ചെയ്യുന്നുണ്ട്. ലഹരിക്കെതിരായ പോരാട്ടം ശക്തമാക്കി ഓപ്പറേഷൻ തൂഫാൻ മുന്നോട്ടു പോകുമ്പോഴാണ് അതിഥി തൊഴിലാളികളുടെ പൊതുസ്ഥലത്തുള്ള ലഹരി ഉപയോഗം. ലഹരി ഉപയോഗിച്ച ശേഷം ഇവർ തമ്മിലുണ്ടാകുന്ന സംഘർഷങ്ങളും രാജാക്കാടുകാരുടെ സ്വൈര ജീവിതത്തിന് പ്രതിസന്ധിയായി മാറുകയാണ്. ബിവറേജസ് ഔട്ട്ലെറ്റിന് സമീപവും ബൈപ്പാസ് റോഡിന് ഇരുവശത്തുമുള്ള കൃഷിയിടങ്ങളും കുപ്പികളും മറ്റു മാലിന്യങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അവസ്ഥയുമുണ്ട്. പോലീസ് ഉണർന്നു പ്രവർത്തിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ.
നെയ്യാറ്റിൻകരയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് അപകടയാത്ര നടത്തി ഡിവൈഎഫ്ഐ പ്രവർത്തകർ. കഴിഞ്ഞ ദിവസമാണ് 10ഓളം പേർ ടെമ്പോ ട്രാവലറിന് മുകളിലിരുന്ന് ദേശീയപാതയിലൂടെ സാഹസിക യാത്ര നടത്തിയത്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. MDMAയും കഞ്ചാവുമായി യുവാവ് തിരുവനന്തപുരം തിരുപുറം എക്സൈസിന്റെ പിടിയിലായത് തിരുപുറം പരണിയം സ്വദേശി ബാലു എന്ന സുധീഷ്. കൊല്ലം ചാവറയിൽ മുൻവിരോധത്തെ തുടർന്ന് 60കാരനെ വെട്ടുകത്തി ഉപയോഗിച്ച് ആക്രമിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. തെക്കുംഭാഗം സ്വദേശി സോനു എന്ന് വിളിക്കപ്പെടുന്ന അനുപ്രസാദാണ് പിടിയിലായത്. കുപ്പിവെള്ളം ദേഹത്ത് വീണത് ചോദ്യം ചെയ്തതിലുള്ള വിരോധത്തെ തുടർന്നാണ് വില്യംസ് എന്നയാളെ ഞായറാഴ്ച വൈകിട്ട് ആക്രമിച്ചത്. അനധികൃതമായി മദ്യം സൂക്ഷിച്ചതിന് കോഴിക്കോട് തോട്ടുമുക്കം സ്വദേശിയെ മുക്കം പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതി ജോൺസൺ ഫിലിപ്പ് പിടിയിലായത് ബെവറേജസ് വിൽപ്പനശാലയിൽ നിന്ന് 6 ലിറ്റർ മദ്യം വാങ്ങി വരുമ്പോൾ. ജീവിതത്തിലെ കടന്നു വന്ന വഴികൾ, പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രാരാബ്ധങ്ങളും, ഒരു നേരത്തെ ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടിയിരുന്ന കാലം. അങ്ങനെ പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നപ്പോഴും അതിനൊരു സുഖമുണ്ടായിരുന്നില്ലേ? കുടുംബങ്ങളും കൂട്ടായ്മയും സ്നേഹവും ബന്ധങ്ങളുടെ വിലയും അറിഞ്ഞ കാലഘട്ടം. എന്നാൽ ഇപ്പോൾ പല വീടുകളിലും സൗകര്യങ്ങൾ കൂടി, പഴയ സാമ്പത്തിക സ്ഥിതിയൊക്കെ മാറി. ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി, മക്കളൊക്കെ നല്ല നിലയിൽ, വീടും കാറുമെല്ലാം ഉണ്ട്. പക്ഷെ ജീവിതത്തിൽ സന്തോഷമുണ്ടോ? കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് സംസാരിക്കാൻ സമയമുണ്ടോ? പല വീടുകളിലും മനസ്സ് തുറന്നുള്ള സംഭാഷണങ്ങൾ കുറഞ്ഞു വരികയാണ്. ഒരുമിച്ചിരുന്ന് വിശേഷങ്ങൾ പങ്കുവെക്കാനും കുട്ടികളെ കേൾക്കാനും മാതാപിതാക്കളുടെ ആശങ്കകൾ മനസ്സിലാക്കാനും സമയമില്ല. കുട്ടികളുടെ മൗനവും അമ്മയുടെ കണ്ണീരും അച്ഛൻ്റെ നിശബ്ദതയും ഒരു മുറിക്കുള്ളിൽ മാത്രമാണ്. ആരും കേൾക്കാനോ കാണാനോ ആശ്വസിപ്പിക്കാനോ ഇല്ല. ഇവിടെ ജീവിതത്തിൽ പലതും നേടിക്കാണുമല്ലേ? പക്ഷെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു. അതല്ലേ സത്യാവസ്ഥ? ആ നല്ല നാളുകളിലേക്കൊന്ന് തിരിച്ചു പോയാലോ? ആഗ്രഹമുണ്ട്. പക്ഷെ അതത്ര എളുപ്പമാണോ? പരസ്പരം ഒന്നിച്ചിരുന്നുള്ള സംഭാഷണത്തിൽ തുടങ്ങാം. സ്ക്രീൻ ടൈമുകൾ കുറയ്ക്കാം. അങ്ങനെ സമയം കണ്ടെത്തിയാൽ സ്നേഹവും വിശ്വാസവും സമാധാനവും തിരികെ ലഭിക്കും. സംസാരിക്കുന്ന കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ കുറയുന്നു. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.